നിങ്ങൾക്കൊരു ഭാര്യയുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും പെണ്ണുമായി ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുന്ന അന്ന് യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു കുടുംബമാണ്. ഭാര്യയും കുട്ടികളും അതോടെ ഇല്ലാതാകും, വേണ്ടെന്ന് പറയും. അതുകൊണ്ട് കാണില്ലെന്നും അറിയില്ലെന്നും വിചാരിച്ച് ആരെങ്കിലും ഫോണിൽ പാസ്വേഡ് ഇട്ട് അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്ത് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ഒരു ജീവിതം സംഭവിക്കാനിരിക്കുന്നു. ഞാൻ വെറുതെ പറയല്ല, നല്ല സന്തോഷത്തോടു കൂടെ സുമുഖമായി ജീവിക്കുന്ന ദമ്പതികളാണ് അവർ. നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, ഗൾഫിൽ നല്ല ജോലിയുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു സംശയം, എന്തപ്പോ ഇയാൾക്ക് പറ്റിയത്? ഇപ്പൊ നല്ലൊരു കച്ചവടം ഗൾഫിലുണ്ട്, അവിടെ വല്ലാതെ ശ്രദ്ധിക്കണില്ല. മക്കളെ നല്ല താലോലിച്ചിരുന്ന ആളാണ്, ആ കുട്ടികൾ എന്നിപ്പോ തിരിഞ്ഞു നോക്കണില്ല. വീട്ടിക്ക് വരാൻ താല്പര്യമില്ല, വന്നാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുന്നു. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, ഞാൻ അയാളെ ഫോണൊന്നും നോക്കില്ല, പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു താല്പര്യക്കുറവിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടല്ലോ. ഞാൻ പാസ്വേഡ് ചോദിച്ചു, നോക്കുമ്പോൾ പാസ്വേഡ് ഉണ്ട്. അയാൾ ഫോണിന് പാസ്വേഡ് ഇട്ട് തന്നെ എനിക്കറിയില്ല. ഞാനൊന്ന് തരാൻ പറഞ്ഞു പാസ്വേഡ്, അയാൾ തന്നില്ല. അവസാനം ഞാൻ ആ ഫോൺ ഹാക്ക് ചെയ്ത് ആ ഫോണിലുള്ളത് നോക്കി. പണ്ടെന്തോ അയാളുടെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുമായി അയാൾക്ക് ഇപ്പോൾ ബന്ധമുണ്ട്. ആ ബന്ധം സജീവമായി 2 മാസമായിട്ട്. ആ 2 മാസം ആ ബന്ധം സജീവമായതോടുകൂടെ അയാൾ കച്ചവടം മറന്നു, അയാൾ ഭാര്യയെ മറന്നു, എന്തിന് മടിയിൽ കയറി മറയുന്ന മക്കളെ പോലും മറന്നു. അവിഹിതങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ ഇതിലപ്പുറം അത് അവൾക്ക് എങ്ങനെ മനസ്സിലായത്? അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി. നിങ്ങളോടൊപ്പം ഒരു പെണ്ണ് ജീവിക്കുന്നുണ്ടോ, അവൾ അറിയാതെ ഒരു പെണ്ണും നിങ്ങളുടെ മനസ്സിൽ കയറില്ല. എന്നാൽ ചിലർ ചിന്തിക്കുന്ന, ഒന്നെന്തേ അവളിനോട് പറയാറുണ്ട്, ഇരിക്കുന്നുണ്ടല്ലോ, ഒന്നെന്താ എന്റെ ഭാര്യനോട് പറയാത്തത് എന്നേതെങ്കിലും കേമന്മാർ വിചാരിക്കുന്നുവെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ? അവൾ അറിയാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ. ആ പവിത്രമായ ഒരു ബന്ധത്തിൽ ആ സംശയം കരിനിഴൽ വീർത്തുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടെന്ന് വിശ്വസിച്ച് അയാൾ ജീവിക്കട്ടെ, ഈ ബന്ധം മുന്നോട്ട് പോകാൻ എന്ന് വിചാരിച്ച് ആ സംശയം മനസ്സിൽ സൂക്ഷിക്കുന്നെന്ന് മാത്രം.